കോഴിക്കോട് അക്യൂപങ്ക്ചർ ചികിത്സ ഒരു ക്യാൻസർ രോഗിക്ക് നൽകേണ്ടി വന്ന സംഭവത്തെക്കുറിച്ച് ഇന്നലെയാണ് മാതൃഭൂമി ന്യൂസ് വാർത്ത പുറത്തുവിട്ടത്. അതായത് വേണ്ട നിലയിലുള്ള ആധുനിക ചികിത്സ നേടാതെ പകരം അക്യൂപങ്ക്ചർ ചികിത്സയുടെ അടുത്തെത്തുന്നു. അവർ ചില കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനനുസരിച്ച് പനി വരുന്നത്, നീര് പോകുന്നതാണ്, മറ്റ് ആധുനിക അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചികിത്സയിലേക്ക് പോയി കഴിഞ്ഞാൽ കീറി മുറിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവരെ ആകുലപ്പെടുത്തി, അവരെ വളരെ ഭയപ്പെടുത്തിക്കൊണ്ട് അക്യൂപങ്ക്ചർ ചികിത്സയിലേക്ക് കൊണ്ടുവന്നുവെന്നാണ് ആ യുവതിയുടെ കുടുംബം തന്നെ ആരോപിക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. സാറിൻ്റെ ചികിത്സ തുടങ്ങിയാൽ പിന്നെ വേറെ ചികിത്സ ഒന്നും ഫലിക്കൂല എനിക്ക് തോന്നുന്നു ഡോക്ടറെ. ഇന്നലെ രാവിലെ വരെ ഒറ്റത്തരം വേദനയാണ്. ഇവിടെ സ്വബേസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സാറിന് മെസ്സേജ് ഇട്ട് എനിക്ക് ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മനസ്സിന്റെ തോന്നലാണ് വേദന വരുന്ന സമയത്ത്. സാറിന്റെ ചികിത്സ ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം ഞങ്ങൾക്ക് വേദന വന്ന്, ഒരുപാട് പ്രാവശ്യം വേദന വന്ന്, നീര് വന്ന്, ഒരുപാട് പ്രശ്നങ്ങൾ വന്നില്ലേ. അപ്പോൾ ചികിത്സ ഫലിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന വരുമ്പോൾ ചികിത്സ ഫലിക്കാത്തല്ലോ ഹാജറ. അൽഹംദുലില്ലാ അങ്ങനെ കുറഞ്ഞോളൂ. ചികിത്സ ചെയ്തിട്ട് വേദന വരുന്നത് അത് സുഖപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ഹാജറ. അപ്പം അങ്ങനെ കണ്ടാൽ മതി. അത് വലിയൊരു ടോക്സിൻ തന്നെയാണ് ആ ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള. ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അത്. അതിപ്പോൾ അവരുടെ അടുത്ത് എത്തിക്കണ്ടിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും അത് കയറി മുറിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. അത് പനിച്ചിട്ട് തന്നെ അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അത് പുറത്തേക്ക് കളയും. പക്ഷെ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് ഹാജരാക്ക് അങ്ങനെ സംഭവിക്കുന്നില്ലേ. നല്ലോണം നീരെടുത്ത് പിടിക്കോ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് പോവോ, അല്ലെങ്കിൽ ചിലപ്പോൾ പനിച്ചിട്ട് അത് ഔട്ടാക്കോ, അല്ലെങ്കിൽ മെൻസസ് രൂപത്തിലോ അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് പുറത്തുള്ളൂ കേട്ടോ. നിങ്ങൾ വെയിൽ കൊള്ളാൻ മറക്കരുത്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നേരം വൈകുന്നേരമുള്ള വെയിലുണ്ടല്ലോ, അതായത് 4 മണിക്ക് ശേഷമുള്ള, അതേപോലെ തന്നെ രാവിലെ 10 മണീൻ്റെ മുന്നേ ഉള്ള ഒരു 10 മിനിറ്റ് നേരം ആ മൂലക്ക് മാത്രം ഒന്ന് ടെറസിൻ്റെ മേലെ പോയിട്ട് ഒന്ന് വെയിൽ കൊള്ളിച്ച്. ഈ മരിച്ച ഹാജറിയും ചികിത്സയായ അക്യൂപങ്ക്ചർ ചികിത്സയായ ഫെമിനിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. വളരെ കഷ്ടമായ സ്ഥിതിയാണ്. ഇപ്പോൾ ഈ യുവതിയുടെ ബന്ധുക്കൾ തന്നെയാണ് ഇങ്ങനെ ഒരു ആരോപണമായി രംഗത്ത് വരികയും ചെയ്തത്. നമുക്ക് ഒപ്പം മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഷഹീദ്, ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്താണ്. ഇപ്പോഴാണ് ഇതിൽ ഈ ഫോൺ സംഭാഷണം കൂടി പുറത്തു വരുന്നത്. നമുക്കറിയാം, ക്യാൻസർ പോലെയുള്ള ഗുരുതരമായ അസുഖങ്ങൾക്ക് ഏത് വിധത്തിലുള്ള ചികിത്സയാണ് നിലവിൽ ഏറ്റവും അഭികാമ്യമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ആ ചികിത്സാ വഴികളിലൂടെയാണ് ആളുകൾ സഞ്ചരിക്കുന്നത്. ഇതിങ്ങനെ തെറ്റായ രീതിയിൽ ഇവരെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വലയത്തിലേക്ക് വീഴ്ത്തുക, ഇതിലൂടെ പോയാൽ ജീവൻ രക്ഷിക്കാമെന്നൊരു തെറ്റായ ധാരണ. എല്ലാവരും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു യാത്രയാണല്ലോ. അതിൽ പറ്റുന്ന അബദ്ധങ്ങളാണ്. എന്താണിപ്പോൾ ഈ കുടുംബം പറയുന്നത്? എങ്ങനെയായിരുന്നു ഇവരുടെ ചികിത്സ? അത് എത്രത്തോളം ഇവരുടെ ഈ മരിച്ച യുവതിയുടെ ആരോഗ്യസ്ഥിതിയെ മോശമാക്കിയിരുന്നു? ദിവിഷ്, തീർച്ചയായും ആ ഹാജറ എന്ന യുവതിയാണ്, 3 മക്കളുടെ മാതാവാണ്. അവരാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച മരിച്ചത്. ആ യുവതിയും ഹാജറയും അവരെ ചികിത്സിച്ച ഫെമിനിയും തമ്മിലുള്ള വാട്സപ്പ് മെസ്സേജുകളാണ്. അതിലൊരു സാറെന്ന് പറയുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അക്യൂപങ്ക്ചറിസ്റ്റാണ്, ചികിത്സ നടത്തുന്ന ആളാണ്, ഷുഹൈബ് റിയാലു. ഇയാൾക്ക് ആദ്യം ഈ ഹാജറ മെസ്സേജ് അയക്കുന്നു. അതിന് മറുപടിയായി കുറ്റ്യാടിയുള്ള തെറാപ്പി ഈ അക്യൂപങ്ക്ചറിസ്റ്റ് ആണ് ഫെമിന, അവർ നൽകുന്ന മറുപടിയാണ്. അതിൽ വളരെ വിചിത്രമെന്ന് മാത്രമല്ല, വളരെ ഗൗരവത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ആരോഗ്യത്തിൻ്റെ പേരിൽ, ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ചികിത്സയുടെയും പേരിൽ വളരെ തെറ്റായ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിന് അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ചികിത്സയും ഒക്കെയാണ് നടക്കുന്നത്, ഇവർ നടത്തുന്നതെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഓഡിയോ സന്ദേശം. നമ്മൾ കേട്ടതുപോലെ തന്നെ ക്യാൻസറിന് ആധുനിക ചികിത്സാ സംവിധാനങ്ങളുണ്ട്, ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവരുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. വളരെ കൃത്യമായി തന്നെ ആദ്യഘട്ടത്തിൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന സാഹചര്യം. പക്ഷേ അതൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ട് ഇതിലൂടെ അക്യൂപങ്ക്ചറിലൂടെ ഈ രോഗത്തിന് ചികിത്സ അല്ലെങ്കിൽ അതിന് രോഗം ഭേദമാക്കുമെന്ന് ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇടയ്ക്ക് നമുക്ക് അറിയാം, കേൾക്കുന്നുണ്ട്, ഹാജറ പറയുന്നു ശക്തമായ വേദനയുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് വേദന രോഗം ഭേദമാകുന്നതിൻ്റെ ഭാഗമായാണ് ആ വേദന ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞ് തികച്ചും തെറ്റായ രീതിയിലുള്ള പറഞ്ഞ് വിശ്വസിപ്പിച്ച് ബോധിപ്പിച്ചിട്ടാണ് ഈ ഹാജറ 1 വർഷത്തോളം ഇവർ ഇതിൻ്റെ അക്യൂപങ്ക്ചർ ചികിത്സ എന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുപോയത്. ഏറ്റവും ഒടുവിലാണ് അവസാനം ഇവർക്കത് 4th സ്റ്റേജ് എത്തിയപ്പോഴാണ് വീട്ടുകാർ പോലും ഈ വിഷയം അറിയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുടുംബവുമായൊക്കെ സംസാരിച്ചപ്പോഴും ഈ മരിച്ച ഹാജറയ്ക്കും കൃത്യമായി ബോധ്യമുണ്ടായിരുന്നില്ല, തനിക്ക് ഇങ്ങനെ ഒരു ക്യാൻസറാണ് ബാധിച്ചതെന്ന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നില്ല. അത് ഡയഗ്നോസ് ചെയ്യാനൊന്നും ഈ അക്യൂപങ്ക്ചറിസ്റ്റുകളൊന്നും ഇവരെ അനുവദിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ ഘട്ടത്തിലാണ് അവസാനം അവർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവർക്കൊക്കെ ഇപ്പോൾ ഈ പ്രാഥമികമായി കുടുംബം, ഹാജറ മരിച്ച ശേഷം കുടുംബം കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിപ്പെട്ട സമയത്ത് പോലീസ് ഇവരെ വിളിച്ചു വരുത്തി, ഈ ഫെമിന എന്ന് പറഞ്ഞ അക്യൂപങ്ക്ചറിസ്റ്റിനെ. അവരവിടെ കുറ്റ്യാടി ഒരു ക്ലിനിക്കൊക്കെ ഇട്ട് വളരെ സുഖമായി അവിടെ ഒരു ആരോഗ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ അവരെ കണ്ടുകൊണ്ടിരിക്കുന്നു. പരിശോധന നടന്നിട്ടുണ്ടോ അധികൃതരുടെ ഭാഗത്തുനിന്ന്?
ഇവർ വേറെയും ഇത്തരത്തിൽ ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ചവരെ ചികിത്സിക്കുന്നുണ്ടോ? ദിവിഷ, ഇക്കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ പരിശോധന ആരോഗ്യവകുപ്പിന്റെയും നമ്മുടെ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെയും ആവശ്യമുണ്ട്. പ്രാഥമികമായും ഈ കുടുംബം കുറ്റ്യാടി പോലീസിൽ പരാതി നൽകി. പോലീസ് ഇവരെ വിളിച്ചു വരുത്തി, ഫെമിനിയ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ചികിത്സിക്കാൻ അക്യുപങ്ചർ ചികിത്സ നടത്താനുള്ള ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് അവർ പോലീസിന് കാണിച്ചു നൽകി. പോലീസിന് ഈ ഇത്തരം വിഷയങ്ങളിലൊന്നും അത്രത്തോളം ഗ്രാഹ്യമുണ്ടാകില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പോലീസ് അത് കേട്ട് അവരെ ഓക്കെ എന്ന് പറഞ്ഞ് അവർ വിടുകയും ചെയ്തു എന്നുള്ളതാണ്. അവർ വീണ്ടും അവിടെ ചികിത്സ കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രതിഷേധം ഉണ്ടാകുമെന്നൊക്കെ ഒരുപക്ഷെ ഭയന്നിട്ടാകും അവരിപ്പോൾ സ്ഥലത്തില്ല. അവർ മറ്റ് വിദേശത്തോ മറ്റേക്കൊക്കെ പോയിരിക്കുകയാണ് ഈ ഫെമിന എന്ന് പറഞ്ഞ ചികിത്സിക്കുക. പക്ഷേ മറ്റുള്ള ചികിത്സകർക്ക് നാടിൻ്റെ നാനാഭാഗത്തും ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായ രോഗം ബാധിച്ചവരും അല്ലാത്തവരും ഒക്കെ ആയ ആളുകൾ ഇതിലൂടെ ഈ അക്യുപങ്ക്ചറിലൂടെ വലിയ രോഗശാന്തി ഉണ്ടാകും, രോഗം ഭേദപ്പെടുമെന്ന് വിശ്വസിച്ച് നിരവധിയായ ആളുകൾ കേരളത്തിൻ്റെ പലയിടങ്ങളിലും ഈ സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വ്യാജ സർട്ടിഫിക്കറ്റും ഈ മുറി വൈദ്യന്മാരെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്തരം ആളുകളാണ് വളരെ ഔദ്യോഗികമായി സർക്കാർ അംഗീകാരത്തോടുകൂടി യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ്. ഈ അക്യുപങ്ക്ചർ എന്നതൊക്കെ കാലങ്ങളായിട്ടൊക്കെ നിലനിൽക്കുന്ന ചികിത്സാ രീതികളാണ്. പക്ഷേ നമുക്കറിയാം പല രീതിയിലുള്ള ചികിത്സാ രീതികളുണ്ട്. പക്ഷെ പല അസുഖങ്ങൾക്ക് പ്രധാനമായിട്ടും ആ അസുഖങ്ങളെ കൂടി കണക്കിലെടുത്ത് മാത്രമേ ഓരോ ചികിത്സാ രീതി നേടാൻ കഴിയൂ. ഈ അക്യുപങ്ക്ചറൊക്കെ വേദന സംഹാരി എന്ന നിലയ്ക്കൊക്കെ നടത്തുന്ന ചൈനയിലൊക്കെ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഒരു ചികിത്സാ രീതിയാണ്. പക്ഷെ അത് അർബുദം പോലുള്ള അസുഖങ്ങൾക്കൊന്നും ഒരു തരത്തിലും പ്രായോഗികമായ ഒരു ചികിത്സാ രീതിയല്ല എന്ന് വിദഗ്ധർ തന്നെ സൂചിപ്പിച്ചുള്ളതാണ്.